ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, എവിടെയാണ് തുടങ്ങേണ്ടത് എവിടെ അവസാനിക്കേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. രാവിലെ എണീറ്റപ്പോൾ തൊട്ടിട്ട് ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു മൂടൊക്കെ തോന്നിയപ്പോൾ ട്രൈപോഡ് ഓണാക്കി വെച്ചാണ്. സത്യം പറഞ്ഞാൽ വലിയ ലോങ് വീഡിയോസ് എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഷോർട്സ് ആകുമ്പോൾ പെട്ടെന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമല്ലോ. ലോങ് വീഡിയോയ്ക്ക് കുറച്ച് മെനക്കടായതുകൊണ്ട് തന്നെ കുറച്ച് മടിയാണ്. പക്ഷേ നമ്മൾ നേരെ വന്നിട്ട് ഉമ്മറത്തെ വാതിലൊക്കെ തുറന്നിട്ട് കുറച്ച് നേരം ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കട്ടെ. ആ ഇരുത്തത്തിൽ നമ്മുടെ എണീറ്റ ഹാങ് ഓവറും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകും. ഒരു ഫ്രഷ് എനർജി വരുന്ന മാതിരിയൊക്കെ തോന്നിട്ടാ. പിന്നെ നമ്മൾ നേരെ അടുക്കളയിലോട്ട് വന്നു. ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാ ദിവസം രാത്രിയായിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് റാക്കും കാര്യങ്ങളൊക്കെ തുടച്ച് ക്ലീനാക്കി ഇടുന്നതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ അടുക്കളയിലോട്ട് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആട്ടാ. കൂടുതലും അങ്ങനെ തന്നെയാണ് ഇടാറുള്ളത്. പിന്നെ വയ്യാത്ത ടൈമിലൊക്കെ അങ്ങനെ എന്നാലും ഇടാറില്ല. പറ്റുന്ന മാതിരി ക്ലീൻ ചെയ്ത് ഞാനല്ലെങ്കിൽ അമ്മ ക്ലീൻ ചെയ്തിടാറുണ്ട്. ഞാനിങ്ങനെ ഒരു 4 മണിക്ക് എണീറ്റാലും ഒരു 5 മണിക്ക് എണീറ്റാലും ഇനി പോട്ടെ ഒരു 10 മണിക്ക് എണീറ്റാലും എൻ്റെ കൂടെ എൻ്റെ വിച്ചുട്ടിന് എണീക്കും. അത് എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല. തുമ്പിമോള് പിന്നെ കുറേ നേരം കിടന്നുറങ്ങും. ഇവരെ ഞാൻ എണീറ്റ് പോകുന്നത് എങ്ങനെയോ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ എങ്ങനെ എണീറ്റ് വരും. ഇപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് ഇപ്പോൾ വലിയ സീനില്ല. അവിടെ എവിടെയെങ്കിലൊക്കെ മുക്കിലും ഇരുന്ന് കളിച്ചോളൂ. അമ്മ ഇല്ലാത്തതുകൊണ്ട് ഈ പരിപാടികളൊക്കെ ഞാനാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ രാവിലെ അമ്മ തീ പിടിപ്പിക്കലും കാര്യങ്ങളൊക്കെ അമ്മ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നലെ അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോയതുകൊണ്ട് വീട്ടിലാരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ തീ പിടിപ്പിച്ചിട്ട് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചപ്പോൾ ചാരവും കാര്യങ്ങളൊക്കെ വാരിയിട്ട് നമ്മൾ തീ പിടിപ്പിക്കുകയാണ്. വിറക് ഈ വേനൽക്കാലം ആകുമ്പോൾ അത്യാവശ്യം നല്ലോണം കത്തുന്നതുകൊണ്ട് എനിക്ക് തീ പിടിപ്പിക്കാൻ കുറച്ച് ഇഷ്ടമാണ് കേട്ടോ. വർഷക്കാലത്താണ് എനിക്ക് ഭയങ്കര മടി. കാരണം ഒരു ഈർപ്പം നനവൊക്കെ വിറകിനുള്ളതുകൊണ്ട് തന്നെ കത്താൻ കുറച്ച് പണിയായിരിക്കും. ഇങ്ങനെ നല്ലോണം കത്തുന്ന വിറകുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതിന് ബാക്കിൽ നമുക്ക് പരിപാടികൾ ചെയ്താൽ ഗ്യാസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്കും അങ്ങനെ ഗ്യാസുമ്പോൾ തന്നെ ചെയ്യണമെന്ന് അത്ര ആഗ്രഹമുള്ള ആളല്ല. ഗ്യാസ് തീരുമോ എന്നുള്ളൊരു ടെൻഷനുള്ള ആളാണ്. അപ്പോൾ നല്ലോണം കത്തുന്ന വിറകുണ്ടെങ്കിൽ അടുപ്പ് തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ദിവസം കിടക്കുമ്പോൾ തന്നെ ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് കറിയും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നേരം വൈകിയോണ്ട് തന്നെ വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം ദോശയ്ക്കുള്ള പരിപാടികൾ നോക്കി. ദോശയും ഗ്രീൻ പീസ് കറി അതാണല്ലോ എളുപ്പം. ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ എണീക്കാൻ തന്നെ കുറച്ച് ലേറ്റായ സ്ഥിതിക്ക് നമുക്ക് ദോശ തന്നെ ചൂടാൻ വിചാരിച്ചു. ചപ്പാത്തി ആണെങ്കിലും ദോശ ചൂടണം. അപ്പോൾ പിന്നെ ദോശ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗ്രീൻ പീസ് കുക്കറിൽ നമ്മൾ അടുപ്പത്തോട്ട് വയ്ക്കുകയാണ്. തക്കാളിയും പച്ചമുളകും ഉരുളക്കിഴങ്ങും മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഗ്രീൻ പീസ് വേവിക്കാൻ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ അടുപ്പത്തല്ല ഗ്യാസിലാണ്. അടുപ്പ് ഇവിടെ കത്തുന്നുണ്ട്. ഗ്യാസിൽ കറി അവിടെ വെക്കാൻ വിചാരിച്ചു. വെക്കുമ്പോൾ ഒന്നുകിൽ തേങ്ങാപ്പാൽ ഒഴിക്കുക അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കാറുള്ളത്. ഇന്ന് രണ്ടും ചെയ്യുന്നില്ല. ജസ്റ്റ് മസാലക്കറി പോലെയാണ് ഉദ്ദേശിക്കുന്നത്. ചെമ്പിലിട്ടേക്കുന്ന വെള്ളം ചായക്കും ചുക്കുവെള്ളത്തിനൊക്കെ മുക്കാനുള്ളതാണ്. അപ്പോൾ അതവിടെ കിടന്ന് തിളക്കട്ടെ. ഗ്രീൻ പീസ് കറി ഈ ഗ്യാസിലും കിടന്നാവുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ഉമ്മറൊന്ന് അടിച്ചേരി തുടയ്ക്കാം. രാവിലെ അടിച്ചേരിട്ട് തുടയ്ക്കാറുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പണി കഴിഞ്ഞിട്ട് ഒന്നാകെ ലാസ്റ്റാണ് തുടച്ചിടാറുള്ളത്. ആരെങ്കിലൊക്കെ പെട്ടെന്ന് രാവിലെ നമ്മളെ വീട്ടിലോട്ട് വരികയാണെങ്കിൽ കുറച്ച് നീറ്റായിട്ട് വൃത്തിയായിട്ട് കിടന്നോട്ട് വെച്ചിട്ട് ഉമ്മറ രാവിലെ തന്നെ അടിച്ചേരി ഇങ്ങോട്ട് തുടച്ചിടും. പിന്നെ അകത്തോട്ടുള്ള അവസ്ഥ നമ്മൾ അകത്തോട്ട് കയറിയാലല്ലേ അറിയുള്ളൂ. പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇവരുടെ വെള്ളത്തിലുള്ള കളിയും കാരണം ഉമ്മറൊക്കെ ആകെ നാശമായിട്ട് കിടക്കുമായിരിക്കും. അപ്പോൾ രാവിലെ അതങ്ങോട്ട് തുടച്ച് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ വാതിലടച്ചാൽ പിന്നെ പിള്ളേർ പിന്നെ പുറത്തോട്ട് പോകില്ല. അവിടെ തിളയ്ക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് ദോശയ്ക്കുള്ള പരിപാടി നോക്കാം. അതാകുമ്പോൾ വെള്ളം കൊണ്ട് ഇറക്കുന്ന ആ അടുപ്പിൽ തന്നെ നമുക്ക് ദോശയും കൂടെ കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നല്ലോണം അങ്ങോട്ട് കൈ വെച്ചിട്ട് എന്താ പറയുക പൊടി ചാമ്പി എടുക്കുവാണെങ്കിൽ നല്ലോണം സോഫ്റ്റ് ആവും ദോശ എന്ന് ഇവിടെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ചാമ്പിയിട്ട് നമ്മൾ ദോശയ്ക്കുള്ള പൊടി അവിടെ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ വെള്ളം നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുക്കുവെള്ളത്തിനും ചായക്കൊക്കെ ഉള്ള അങ്ങോട്ട് മുക്കാം. അപ്പോൾ ഒറ്റ ട്രിപ്പ് തന്നെ പരിപാടികളൊക്കെ അങ്ങോട്ട് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്പ് അപ്പത്തെ ആ കുഞ്ഞടുപ്പിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ദോശക്കല്ല് ഇപ്പുറത്തോട്ട് വെച്ചാൽ രണ്ടും ഒപ്പം നടക്കുകയും ചെയ്യും. തീയാണെങ്കിൽ കെടുമില്ല, വെള്ളത്തിൻ്റെ ചൂട് കുറയുമില്ല. വെച്ചിട്ട് ഇനി നമുക്ക് ഓരോരോ ദോശയായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. തീ കൂടിയാലും പ്രശ്നമാണ്, തീ കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ഒരു മിനിമം ടൈപ്പിലാണ് കത്തിച്ചിട്ടാണ് ചുടുന്നത് കേട്ടോ. ഗ്യാസ് ആകുമ്പോൾ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിനൊരു ഇത്തിരി കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അനുസരിച്ചിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. അടുപ്പിൽ ചുടുന്നതാണ് ദോശയ്ക്ക് കൂടുതൽ ഇഷ്ടം. ഗ്യാസിലാകുമ്പോൾ എല്ലായിടത്തേക്കും ചൂട് ഒരുപോലെ തട്ടാത്ത പോലെ തോന്നും. പക്ഷെ അടുപ്പത്താകുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ ചൂട് എത്തുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ ഒരു നാക്കിൽ ഓരോന്നായിട്ട് ചുട്ടെടുക്കുമ്പോഴേക്ക് ഏട്ടനും തുമ്പിമോളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് പല്ല് വയ്ക്കുകയാണ്. അപ്പോൾ ദോശപ്പണി ഏകദേശം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അടുപ്പത്തോട്ട് തന്നെ ചോറിനുള്ള ആ ചെമ്പി വലിയ അടുപ്പിലോട്ടും കൂടെ മാറ്റി കൊടുത്താൽ ചോറും അവിടെ കിടന്നിട്ട് ആയിക്കോളും. അപ്പോൾ വലിയൊരു 2-3 വിറകും കൊള്ളിയും വെച്ചെടുത്താൽ നമ്മുടെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് ചോറിനുള്ള വെള്ളവും അവിടെ കിടന്ന് തിളച്ചോളും. അപ്പോൾ അതൊക്കെ റെഡി ആയപ്പോഴേക്ക് നമ്മുടെ ഗ്രീൻ പീസ് അവിടെ വിസിലൊക്കെ വന്നിട്ട് സെറ്റായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ വെള്ളം തീരെ ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വെച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട്
ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് കടുകും കൂടെ വറുത്തിട്ടാൽ ഗ്രീൻ പീസ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ വിച്ചുട്ടൻ അവിടെ ദോശയ്ക്ക് അവിടെ കാത്തുക്കുവാണ് കേട്ടോ, ബാക്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ അവർക്ക് ദോശ കൊടുത്തു കഴിഞ്ഞു, അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർ കുടിച്ച് പോയതിൻ്റെ ശേഷമാണ് ഞാൻ ചായ കുടിക്കാൻ ഇരിക്കുന്നത്. അപ്പോൾ ചായ നന്നായിട്ട് കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം.